അല്ല, ജോർജ് സാറ് പറഞ്ഞ് അവസാനിപ്പിച്ചിടത്ത് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ ക്യോട്ടോയിൽ നിന്ന് ബാക്കു എത്തുമ്പോൾ തീർച്ചയായിട്ടും കുറേ പുരോഗതികളുണ്ട്. ലോകത്ത് ഇതിനുള്ള ചർച്ച കൂടി, പല രീതിയിലുള്ള ഫ്രെയിംവർക്ക് വരുന്നു. അന്നേരം മുന്നോട്ടുള്ളൊരു യാത്ര നമുക്കുണ്ട്. അതിൻ്റെ സ്പീഡാണല്ലോ നമ്മുടെ പ്രശ്നം. സ്പീഡും അതെങ്ങനെ ചെയ്യും എന്നുള്ളതും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് രീതിയിലാണ് ക്ലൈമറ്റ് ഫിനാൻസും ക്ലൈമറ്റ് ടെക്നോളജിയും ഈസിയാക്കി മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂ എന്നുള്ളതിലേക്ക് ചർച്ചകൾ കൂടുതൽ ധ്രുവീകരിക്കണം. അതിൽ കേന്ദ്രീകരിച്ച ചർച്ചകളാണ് നമുക്ക് ആവശ്യം. അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞത് വിദേശ രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായം, മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും അതുപോലെ തന്നെ ബാങ്കുകളുടെയും സാമ്പത്തിക സഹായം, അതിനുള്ള സഹായത്തിലുപരി പാവപ്പെട്ട പല രാജ്യങ്ങൾക്കും ഗ്രാൻഡോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളും കൊടുക്കുക എന്ന കാര്യങ്ങളിലേക്ക് വിദേശ രാജ്യങ്ങൾ തീർച്ചയായിട്ടും ഒരു നയം കൊണ്ടുവരണം. അതിന് കൊടുക്കുവാനുള്ള, അതിലേക്ക് കൂടുതൽ അവരെ കൊണ്ടുവരാനുള്ള ഒന്നിച്ചൊരു കളക്റ്റീവായിട്ട് ഒന്നിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തുവാൻ തീർച്ചയായിട്ടും വികസ്വര രാജ്യങ്ങൾ തയ്യാറാക്കണം. പക്ഷെ നമ്മൾ അത് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 92 മുതൽ ചൈനയും ഈ അറബ് രാജ്യങ്ങളും ഒക്കെ തന്നെ വികസ്വര രാജ്യങ്ങളാണെന്നും പറഞ്ഞ് നിൽക്കുന്നതിൽ പല വിദേശ രാജ്യങ്ങൾക്ക് ആപത്തി ഉള്ളതിൽ ഒരു ചെറിയ പോയിന്റ് ഉണ്ട്. കാരണം ഈ പല രാജ്യങ്ങളും, നേരത്തെ ജോർജ് സാർ അത് കൃത്യമായി പറയുകയുണ്ടായി, അവരുടെ ഒരു ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ. അതുകൊണ്ട് ലോകം കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ 92-ൽ കാണുന്ന ലോകമല്ലല്ലോ 2025. അതിൻ്റെ ജിയോ പൊളിറ്റിക്സ് മാറി, രാജ്യങ്ങളുടെ നേതൃത്വത്തിലൂടെ ഘടന മാറി, ഗ്രൂപ്പുകളുടെ സാന്നിധ്യം മാറി. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചു നിന്ന് കൃത്യമായ ഒരു അജണ്ടയിലേക്കും വികസ്വര രാജ്യങ്ങളെ സഹായിക്കുന്ന ഒരു മനസ്ഥിതിയിലേക്ക് ഉള്ള ഒരു നയരൂപീകരണം ഉണ്ടാകണം. അത് ഉണ്ടാകാനുള്ള ചെറിയ സാധ്യതകളൊക്കെയുണ്ട്. ഇനിയും ഒന്നോ രണ്ടോ സമ്മിറ്റൊക്കെ ഇത് നടക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മൾ അവിടെ എത്തുമെന്നാണ് എനിക്കുള്ള പ്രതീക്ഷ.